നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. US കരയുദ്ധം നടത്തിയേക്കുമെന്ന വാർത്തകളോട് ഇപ്പോൾ പ്രതികരിച്ച് ഇറാൻ. ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം മാർച്ച് 24 അടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ട്രംപ് ഉദ്ദേശിച്ചതുപോലെയല്ല ക്ലൈമാക്സിലോട്ട് എത്തിയിരിക്കുന്നത്. 4 ആഴ്ച കൊണ്ട് ഇറാനെ തകർത്ത് തരിപ്പണമാക്കി യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ സമാധാന ചർച്ചകൾക്കുള്ള ഒരു ഉപാധിയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നതാണ് സൂചനകൾ. അതേസമയം തന്നെ ഇറാൻ പറഞ്ഞിരുന്ന ഒരു വാക്കുകളുണ്ട്. തുടങ്ങിയത് ഇസ്രായേലും അമേരിക്കയുമാണെങ്കിലും ഇനി എപ്പോൾ അവസാനിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇറാൻ ആയിരിക്കും എന്നുള്ളത്. അതായത് തങ്ങളുടെ അവസാന പോരാളിയും മരിക്കുന്നത് വരെ പോരാടാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം എന്നുള്ളത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലോട്ട് ഇസ്രായേൽ അമേരിക്ക ആക്രമണം ഉണ്ടായിട്ടും ഇറാൻ തിരിച്ചടിക്കുന്നതിൽ നിന്നും വ്യക്തമായത്. കരയിലൂടെ അമേരിക്ക അത്തരത്തിലൊരു ആക്രമണം നടത്തിയാൽ അതിന് മറുപടി കടലിലായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതായത് പേർഷ്യൻ ഉൾക്കടലിലാകെ മൈനുകൾ വിതയ്ക്കും. ഇതോടെ കടലിലൂടെയുള്ള വ്യാപാരം പൂർണ്ണമായും നിലയ്ക്കുമെന്നും ഇറാൻ ഭീഷണി മുഴക്കി. ഹോർമുസ് കടലിടുക്ക് അടച്ച് ആഗോള വ്യാപാരത്തെ തന്നെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ നിലവിൽ. ഇപ്പോൾ പേർഷ്യൻ ഉൾക്കടലിലും ഇത്തരത്തിലുള്ള മൈനുകൾ വിതറുകയാണെങ്കിൽ അതുവഴി കടന്നു പോകുന്ന മറ്റുള്ള ചരക്ക് കപ്പലുകൾക്കടക്കം വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹോർമുസ് വഴിയുള്ള ചരക്ക് നീക്കം ഇതിനകം തന്നെ തകർന്നിട്ടുണ്ട്. നിലവിൽ 5-6 കപ്പലുകളാണ് ദിവസവും ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നത്. കരയുദ്ധത്തോട് ഇസ്രായേലിനാണ് കൂടുതൽ താല്പര്യം. നിലവിൽ കരയുദ്ധത്തിന് US നിലവിൽ താല്പര്യം കാണിക്കുന്നില്ല. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ ടോൾ പിരിവ് തുടങ്ങാൻ ഇറാൻ നീക്കങ്ങൾ ആരംഭിച്ചു. കപ്പലുകളിൽ നിന്ന് ഏകദേശം $2 മില്യൺ, അതായത് ഏകദേശം 18,08,00,000 രൂപ ഈടാക്കാനാണ് നീക്കം. കപ്പൽ പാതയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നതാണ് ഇറാന്റെ ഇപ്പോഴത്തെ നയം. ഇതോടെ ലോകത്തെങ്ങും വിലക്കയറ്റത്തിന് സാധ്യതയേറി. ഗൾഫ് രാജ്യങ്ങളിലെ ആക്രമണങ്ങൾ ഇറാൻ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ 4 തവണ സൈറനുകൾ മുഴങ്ങി. ബഹ്റൈനിൽ കുട്ടികൾ ഉൾപ്പെടെ 132 പേർക്ക് പരിക്കേൽപ്പിച്ച് US മിസൈൽ വീണതും ജനരോഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഡ്രോൺ വീണു എന്നായിരുന്നു ബഹ്റൈൻ ആദ്യം കരുതിയത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ മിസൈൽ USന്റേതാണെന്ന് കണ്ടെത്തി. അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ ഇന്റർസെപ്റ്ററാണ് ജനവാസ മേഖലയിൽ പതിച്ചത്. ഇറാന്റെ ഡ്രോണിനെ പ്രതിരോധിക്കാൻ അയച്ച ഇന്റർസെപ്റ്ററാണ് താഴെ വീണ് പൊട്ടിത്തെറിച്ചത്. ഇറാൻ തൊടുത്തു എന്ന് പറയുന്ന ഡ്രോണിന്റെ അവശിഷ്ടം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ബഹ്റൈനെ തങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രായേലും ബഹ്റൈനിൽ ആക്രമണം നടത്തിയ ശേഷം അതിന്റെ ഉത്തരവാദിത്തം തങ്ങളുടെ തലയിലിടാൻ ശ്രമിക്കുകയാണെന്നും ഇറാൻ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം അബുദാബിയിലെ അൽ ഷവാമേഗ് പ്രദേശത്ത് ഇറാനിയൻ മിസൈൽ എത്തി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മിസൈലിനെ തകർക്കാനായി. ഇതിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരു ഇന്ത്യൻ പൗരന് നിസ്സാര പരിക്കേറ്റു. അതേസമയം ഇറാനുമായി ചർച്ചയ്ക്ക് US തയ്യാറെടുക്കുന്നതായി വിവരമുണ്ട്. ഈജിപ്ത്, പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ മധ്യസ്ഥത വഹിക്കും. ഇസ്ലാമാബാദിലായിരിക്കും ചർച്ച എന്നാണ് വിവരം. ഇറാനുമായി കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് പിന്നാലെ US നിന്ന് ചില സന്ദേശങ്ങൾ ലഭിച്ചതായും അവ അവലോകനം ചെയ്തു വരികയാണെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു. ഇറാൻ US സംഘർഷം ലഘൂകരിക്കുന്നതിനായി തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിവരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. മധ്യസ്ഥർ വഴി US നിന്ന് ഞങ്ങൾക്ക് ചില സന്ദേശങ്ങൾ ലഭിച്ചെന്നും അവ അവലോകനം ചെയ്തു വരികയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഊർജ്ജ പശ്ചാത്തല സൗകര്യങ്ങൾക്കും കപ്പൽ ഗതാഗതത്തിനും നേരെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാനാണ് വിഷയത്തിൽ ഇടപെട്ട് ഈജിപ്തും തുർക്കിയും പ്രധാനമായും ശ്രമിക്കുന്നത്. മേഖലയിൽ ഒരു ഊർജ്ജ ദുരന്തം ഒഴിവാക്കാൻ ഈ ഇടപെടലുകൾ സഹായിച്ചതായും നയതന്ത്ര പ്രതിനിധികൾ വിലയിരുത്തുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിഡാനുമായി ഫോണിൽ സംസാരിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളിലും തുർക്കി മുമ്പ് മധ്യവർത്തിയായി പ്രവർത്തിച്ചിരുന്നു. USഉം ഇറാനും തമ്മിൽ സന്ദേശങ്ങൾ കൈമാറിയോ എന്നും തുർക്കി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കാൻ വിസമ്മതിച്ചെങ്കിലും സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഖത്തർ, സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഈജിപ്ത്, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലെയും US ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയതായും തുർക്കി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇറാനുമായി സന്ദേശങ്ങൾ കൈമാറിയതായി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുടെ ഓഫീസും അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അയയുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട്
ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ നടത്താനിരുന്ന സൈനിക ആക്രമണങ്ങളും 5 ദിവസത്തേക്ക് നീട്ടിവെക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചകൾ വളരെ പുരോഗമനപരമാണെന്നും പശ്ചിമേഷ്യയിലെ ശത്രുത അവസാനിപ്പിക്കുന്നതിനായുള്ള പൂർണ്ണമായ പരിഹാരത്തിലേക്ക് നീങ്ങുകയാണെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി. ചർച്ചകളുടെ സ്വഭാവം കണക്കിലെടുത്താണ് ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കാൻ യുദ്ധവകുപ്പിന് നിർദ്ദേശം നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി തന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഉപദേഷ്ടാവ് ജാരഡ് കുഷ്നറും ചർച്ചകൾ നടത്തിയതായും ട്രംപ് വെളിപ്പെടുത്തി. മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ധാരണയായെന്നും ഇത് എല്ലാവർക്കും ഗുണകരമായ ഒരു കരാറായി മാറുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. എന്നാൽ അമേരിക്കയുടെ അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ട് ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബഖർ ഗാലിബാഫ് രംഗത്തെത്തി. നേരിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഇത് എണ്ണ വിപണിയെയും സാമ്പത്തിക വിപണിയെയും സ്വാധീനിക്കാനുള്ള അമേരിക്കയുടെ വ്യാജ വാർത്തയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അമേരിക്കയും ഇസ്രായേലും കുടുങ്ങിക്കിടക്കുന്ന ചതുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇറാന്റെ പ്രതിരോധ നടപടികൾ തുടരുമെന്നും സൈനിക സമ്മർദ്ദം കൊണ്ട് ഹോർമുസ് കടലിടുക്കിലെ പഴയ സാഹചര്യം പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യയിലെ നയതന്ത്ര നീക്കങ്ങൾ ആഗോള വിപണിയിൽ വലിയ ആശ്വാസമാണ് നൽകിയത്. ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞ് ബാരലിന് $100 താഴെയെത്തി. നേരത്തെ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി അടച്ചതിനെ തുടർന്നും വിതരണം തടസ്സപ്പെടുമെന്ന ഭീതിയിൽ വില കുതിച്ചുയർന്നിരുന്നു. ലോകത്തെ ആകെ എണ്ണ വിതരണത്തിന്റെ 1/5 ഈ തന്ത്രപ്രധാനമായ പാതയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിനാൽ ഈ നയതന്ത്ര ചർച്ചകൾക്ക് ആഗോള പ്രാധാന്യമുണ്ട്. വരും ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ നടന്നേക്കുമെന്നും സൂചനയുണ്ട്. ഫെബ്രുവരി 28 നടന്ന ആക്രമണങ്ങൾക്ക് ശേഷം അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യം ഈ ചർച്ചകളിലൂടെ ശാശ്വതമായി പരിഹരിക്കപ്പെടുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. മേഖലയിലെ സംഘർഷം കുറയ്ക്കാനായി സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഇടപെടലുകൾ തുടരുകയാണ്.